ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. സാറേ, കഴിഞ്ഞ വർഷം LDC എത്ര നിയമനം നടന്നു? അതേപോലെ തന്നെ സാറേ, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു, സാറേ SCRT NCRT ഇതെല്ലാം പഠിക്കണോ? ഇതിൻ്റെ കൂടെ അതായത് 75 ഹോട്ട് ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി പഠിക്കണോ? അതേപോലെ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ സാറേ ഇന്ന് ഒത്തിരി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കുറേ പഠിക്കണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറേ ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു. അതേപോലെ തന്നെ കേരള ചരിത്രം, ഇന്ത്യൻ പൊളിറ്റി ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ സാറേ? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങളുടെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ LDCയുടെ നിയമന നില നമ്മൾ അറിഞ്ഞിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട്. അത് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഊർജം പകരും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷത്തെ നിയമന നില കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളുടെയും ഉത്തരങ്ങളായിരിക്കും ഈ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊത്തമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. 2024 LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തും ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്, പല പല ടെൻഷനുകളും കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെയും മുന്നോട്ടേക്ക് പോകുന്നവർ. അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും അവർക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം എന്താ ചോദിച്ചാൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. ഇനി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതിക്കൊണ്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങരുത്. നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്, നമ്മളാണ് പഠിക്കേണ്ടത്, ജോലി നമുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്, നമ്മളാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെയാണ് നോക്കേണ്ടത്, അല്ലാതെ മറ്റാരെയും ഇതിനെക്കുറിച്ച്, അതായത് ഈ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ ജോലി എന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത്, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കുള്ള മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷനാണ് ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഡിഗ്രി പ്രിലിംസിനെ കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. ഡിഗ്രി പ്രിലിംസ് 3rd സ്റ്റേജ് നടന്നു. അപ്പോൾ അതിൻ്റെ അകത്തെ ക്വസ്റ്റ്യനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ അത് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ കുറേ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചോദ്യ പേപ്പർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 50 GK വിഭാഗത്തിൽ നിലവിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്, മക്കളെ നോക്കണം, ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി ശ്രദ്ധിച്ചു തന്നെ പോകണം. കാരണം 50 GKയിൽ നമുക്ക് വന്നത് 25 സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് വന്നത്. ഞെട്ടിയോ? എല്ലാവരും ഞെട്ടിയുണ്ടാവും. 25 എണ്ണം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നത് വെറും 25 ചോദ്യങ്ങളാണ്. ഞാൻ ഓരോന്നും എടുത്ത് നോക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് 20 ഇംഗ്ലീഷും 20 മാത്സും 10 മലയാളവും. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടന്ന എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3 ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്ത് തന്നെ നിങ്ങളുടെ മുന്നിലായിട്ട് പറയുന്നത്. ഓക്കെ, ഈ 50 GK ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പറയുന്ന പോലെ SCRT NCRT കേരള ചരിത്രം ശ്രീധര മേനോന്റെ ടെക്സ്റ്റ്, ഇന്ത്യൻ പൊളിറ്റി ഇതെല്ലാം പഠിച്ച ഉദ്യോഗാർത്ഥി, ഇനി വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള കേരളത്തിലുള്ള നിങ്ങൾ എല്ലാവരും കരുതുന്ന പല ആപ്ലിക്കേഷനുകൾ നിലവിലുണ്ട്. ഞാൻ അതിൻ്റെ പേര് കറക്റ്റായിട്ട് പറയണമെന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ 50 GK ക്വസ്റ്റ്യൻസ് എടുത്തിട്ടും അതിൻ്റെ അകത്തുനിന്ന് 25 സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിൽ ഒന്നോ രണ്ടെണ്ണം മാത്രം ചെയ്തുകൊണ്ട് എന്നേക്കുമായിട്ട് സ്കിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് നിലവിലുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ പറയുന്ന ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത്രത്തോളം ഹൈ റേഞ്ച് ക്വസ്റ്റ്യൻസ്. ഇനി LDCക്ക് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലും PSCക്ക് ടൈറ്റ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ മക്കളെ നിങ്ങൾക്ക് ആർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മൾ ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ ആണ് മൻസൂർ അലി സാറ്. സാറ് തന്നെ പറഞ്ഞു അതിൻ്റെ അകത്ത് എന്ത്, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യുക മാത്രമാണ് ഓപ്ഷൻ ഉള്ളൂ എന്ന്. ഓക്കെ, അതായത് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുന്ന 25 ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞ ദിവസം സൈലത്തിന്റെ തന്നെ അവർ ആൻസർ കീ ഇട്ടപ്പോൾ മൻസൂർ സാർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്,
ഇത് സ്കിപ്പ് ചെയ്യുക മാത്രമാണ് ഓപ്ഷൻ ഉള്ളൂ. അല്ലാതെ ഇനി അതിൻ്റെ അകത്ത് കൂടുതൽ നിങ്ങൾ മസിൽ പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന്. അപ്പൊ എന്താണ് അതിൽ നിന്ന് നിങ്ങൾ അർത്ഥമാക്കേണ്ടത്? ഞാനിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അത് എത്രത്തോളം വില കൽപ്പിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് സാറിന്റെ കാര്യം കൂടി പറഞ്ഞത്. അപ്പോൾ മൻസൂർ സാർ തന്നെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അല്ലെങ്കിൽ ലൈവ് ആ ഒരു തേർഡ് സ്റ്റേജിന്റെ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ അകത്ത് സാറ് പറയുന്നുണ്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്കിപ്പ് ചെയ്യുക മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉള്ളൂ. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള സാറ് വരെ പറഞ്ഞു അത് സ്കിപ്പ് ചെയ്യാൻ. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ ഓപ്ഷൻ ഉള്ളൂ മക്കളെ, സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. 25 സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അന്ന് വന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ 25 എണ്ണം എന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. 25 എണ്ണം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഇനി 25 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പഠിപ്പിച്ചത് ഉൾപ്പെടെ ഏകദേശം 19ഓളം ചോദ്യങ്ങളാണ് അതിൻ്റെ അകത്ത് വന്നത്. 19ഓളം ചോദ്യങ്ങൾ. വേണ്ട മക്കളെ, നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു? 19 ചോദ്യം നമ്മൾ അതിൻ്റെ അകത്ത് കിട്ടിയെന്ന് വയ്ക്കാം. ബാക്കി നമ്മൾ എന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ എന്താണ്, നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു 19 എണ്ണം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അതായത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും അതേപോലെ നിലവിൽ ട്രാക്കിലുള്ള ഒരാളാണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ 75 ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് നിന്ന് ഒരു 15 മാർക്ക് അല്ലെങ്കിൽ ഒരു 13 മാർക്ക് കിട്ടും. മാത്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാത്സിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 14 മാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ നിന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് മലയാളം. ഒരു പ്രശ്നമില്ല, നമ്മൾ തന്നെ ചർച്ച ചെയ്ത എത്രയോ ചോദ്യങ്ങളായിരുന്നു അതിൻ്റെ അകത്ത് വന്നത്. ഏകദേശം ഒരു 8 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. മക്കളെ, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം നോക്കുക. അതായത് 25 സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതേപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 19 ചോദ്യങ്ങൾ മാത്രം, 25 വെറും 19 ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 25 ചോദ്യങ്ങളിൽ 19 ചോദ്യം. ഇംഗ്ലീഷിലും നമ്മൾ 5 എണ്ണം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. മാത്സും 5 എണ്ണം സ്കിപ്പ് ചെയ്തു. മലയാളത്തിൽ 8 എണ്ണമേ അറ്റൻഡ് ചെയ്തുള്ളൂ, 2 എണ്ണം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. മക്കളെ, അപ്പം നോക്കിയേ നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത്. അതായത് 30 30 10 49 49ഉം 8ഉം എത്രയാണ്? 56 മാർക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു എക്സാമിൽ കിട്ടിയിട്ടുണ്ട്. പോരെ, നമ്മൾ ലിസ്റ്റിലല്ലേ? അതായത് LSGS എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് നമുക്ക് വേണ്ട കട്ട് ഓഫ് എന്ന് പറയുന്നത് 56 മാർക്ക് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അത് തന്നെ വലിയൊരു മാർക്ക് തന്നെയല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന ലെവലിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളുണ്ട് സാറേ, അതേപോലെ തന്നെ SCRT NCRT ഉണ്ട് സാറേ. ഇതെല്ലാം കൂടി നമ്മൾ എങ്ങനെ സാറേ നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പോകാനായിട്ട് പറ്റും? ഇനി നമ്മൾ എന്ത് ചെയ്യും സാറേ എന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്രയും നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട 25 സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. ഇനി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ 19 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. വേണ്ട 20 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് 20 മാർക്ക് നമുക്ക് വാങ്ങാം. അപ്പൊ പിന്നെ ബാക്കി ഇംഗ്ലീഷ് 15ഉം മാത്സ് 15ഉം 30 50 58 മാർക്ക് പോരെ? നിങ്ങൾക്ക് ഈ പറയുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിയില്ലേ? 58 മാർക്ക് വേണ്ട, 55 മാർക്ക്. നമ്മുടെ ഈ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 56 മാർക്ക് അല്ലെങ്കിൽ 57 മാർക്ക് കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും ഡിഗ്രി പ്രിലിംസ് ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കും? അത് ക്ലിയർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റും. ഇനി അതുമല്ല, അതിലും താഴെ മാർക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെയ്യാൻ പറ്റും? ഏകദേശം ഇതിൽ നിന്നെല്ലാം ഓരോ മാർക്ക് വെച്ച് നിങ്ങൾ എടുത്തു കളഞ്ഞോ, അപ്പോഴും നമുക്ക് ഏകദേശം ഒരു 54 മാർക്ക്. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തോ? ഒരു മാർക്ക് കൂടി എടുത്തു കളഞ്ഞോ മക്കളെ, അപ്പോഴും നമ്മൾ എന്താണ്? 50 മാർക്ക് പോരെ? നമ്മൾ ഈ പറയുന്ന LSGS അതായത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്റെ എന്താണ് പ്രിലിം സ്റ്റേജ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കഴിഞ്ഞ ഒരു എക്സാം, അതായത് ലേറ്റസ്റ്റ് നടന്ന ഒരു എക്സാമിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോഴും എൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് അന്നും ഇന്നും പറയുന്ന കാര്യമാണ്, നെഗറ്റീവ് മാക്സിമം ഒഴിവാക്കുക, റിവിഷൻസ് പക്ക സെറ്റ് ചെയ്യുക. നമുക്ക് പറ്റാവുന്ന ചോദ്യങ്ങൾ മക്കളെ നമുക്ക് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ലിസ്റ്റിലേക്ക് കയറാനായിട്ട്. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോ? സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ, നെഗറ്റീവും വരുത്താതിരുന്ന നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100ൽ വന്നിരിക്കും. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നോക്കിക്കോ, LDC 2021 റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് റാങ്കിൽ വന്നത് 78 മാർക്ക് വാങ്ങിയ ആളാണ് ടോപ്പ് റാങ്ക്. അതായത് ഒന്നാമത്തെ റാങ്കിൽ വന്ന ഉദ്യോഗാർത്ഥിക്കാണ്
ഈ 75, അതായത് 80-ൽ താഴെയുള്ള മാർക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥി. ഈ പറയുന്ന 14 ജില്ലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം റാങ്ക് കിട്ടിയത് എഴുത്ത് പരീക്ഷ, അതായത് എഴുതി കിട്ടിയ മാർക്ക് 80 മാർക്കിൽ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് ഏകദേശം 25ഓളം ചോദ്യങ്ങളാണ് അവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. അതായത് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്തു, NCERT സ്കിപ്പ് ചെയ്തു, ഇംഗ്ലീഷിൽ നിന്ന് കളഞ്ഞു, മാത്സ്, മലയാളം എല്ലാത്തിൽ നിന്നും അവർ സ്കിപ്പ് ചെയ്ത് ഏകദേശം 25ഓളം ചോദ്യങ്ങളാണ്. എന്നിട്ടാണ് അവർ ഒന്നാം റാങ്കിൽ വന്നത്. മക്കളെ, ഒന്നാം റാങ്കിൽ വന്ന ആളുടെ മാർക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. LDC തിരുവനന്തപുരത്തിന്റെ കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 52.67 കട്ട് ഓഫ്. 52.67 കട്ട് ഓഫ്. നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ നിന്നും വന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ട് ടോപ്പിക് സീരീസിൽ നിന്ന് വന്നത് 61 ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നത്. ഞാൻ ഓരോ ചോദ്യവും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് മാർക്ക് ചെയ്ത് തരാം, പക്ഷെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓരോന്നും ഏതൊക്കെയാണ് ചോദ്യങ്ങൾ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് വന്നുള്ളത് എണ്ണമിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മണിക്കൂർ 2 മണിക്കൂറത്തേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറയും, സാറേ ഇത് ഇത്രയും സമയം വയ്ക്കരുത്, കാരണം ഞങ്ങൾക്ക് എന്താണ് മോട്ടിവേഷൻ പഠിക്കാനുള്ള വീഡിയോ അല്ല, അപ്പോൾ ഒത്തിരി സമയം ആക്കല്ലേ എന്ന് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് തീർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നത്. 61 ചോദ്യങ്ങൾ ഏതിൻ്റെ അകത്തുനിന്ന്? നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് 61 ചോദ്യങ്ങളാണ് LDC 2021 ട്രിവാൻഡ്രത്തിന് വന്നത്. അതായത് കട്ട് ഓഫിനേക്കായും മക്കളെ ഏകദേശം എത്ര മാർക്ക് കൂടുതലുണ്ട്? നമുക്കൊരു 9 മാർക്ക് കൂടുതൽ നമ്മൾ അപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ വന്നത് 1438 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. അതായത് ട്രിവാൻഡ്രത്തിന്റെ മെയിൻ ലിസ്റ്റിൽ വന്നത് എത്ര പേരാന്ന് ചോദിച്ചാൽ 1438 പേരാണ്. അഡ്വൈസ് നിലവിൽ പോയേക്കുന്നത് 815 പേർക്ക്. അതായത് ഈ പറയുന്ന നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്ന 52.67 10 മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയ ഉദ്യോഗാർത്ഥി, നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 10 മാർക്ക് മുകളിൽ അവന് കട്ട് ഓഫിക്കാ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അവൻ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ജോലിക്ക് കയറിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവൻ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾ ലിസ്റ്റിൽ വന്നിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷത്തെ ഈ പറയുന്നതാണ് നമ്മുടെ LDCയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഓരോ പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് വേരിയസ് 1/8/2022 ആണ് അത് വരുന്നത്. ഇനി അതിൻ്റെ ടോട്ടൽ അഡ്വൈസ് പറയുന്നത് 815 അഡ്വൈസ് ആണ് നിലവിൽ പോയിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 13/6/2024 ലാസ്റ്റ് അഡ്വൈസ് നിലവിൽ അവിടെ പോയിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം എത്രയാണ് 815 പേർക്ക് അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ തന്നെ അടുത്ത് നമ്മൾ എടുത്തു നോക്കുക. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എറണാകുളം എന്ന് പറയുന്നത്. എറണാകുളത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്തിന്റെ പോസ്റ്റ് LDC ഡിപ്പാർട്ട്മെന്റ് വേരിയസ് അതേപോലെ ടോട്ടൽ അഡ്വൈസ് നമുക്ക് പോയിരിക്കുന്നത് 742 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 6/6/2024 പോയിരിക്കുന്നത്. മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ, സത്യസന്ധമായിട്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ, അതായത് ഈ പറയുന്ന ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, ഒരു 65 അല്ലെങ്കിൽ ഒരു 70 മാർക്ക് വാങ്ങുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് 70 മാർക്ക് വാങ്ങിയ ഒരു ഉദ്യോഗാർത്ഥി ആദ്യത്തെ 100 റാങ്കിൽ വന്നിരിക്കും. ആദ്യത്തെ 100 റാങ്കിൽ. മക്കളെ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കാനുള്ള ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും ടഫായിട്ടുള്ള, നിങ്ങൾ പറയുന്ന എപ്പോഴും നിങ്ങൾ പേടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആകുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ, ഏറ്റവും കടുകട്ടിയുള്ള ഇംഗ്ലീഷോ മാത്സോ അതേപോലെ തന്നെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ്, ഇതിൽ നിന്നും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 30 ചോദ്യങ്ങളോളം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതായത് നോർമൽ ഒരു സ്റ്റുഡൻറ് ഏതൊരു ലെവലിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് അവന് അക്വയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാർക്ക് നമ്മൾ ഒരു കാരണവശാലും കളയരുത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. കാരണം ഒരു സാധാ സ്റ്റുഡൻറ് അത്യാവശ്യം ട്രാക്കിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ 75 ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവന് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന LDC കഴിഞ്ഞ വർഷത്തെ അത് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 61ഓളം ചോദ്യങ്ങൾ അല്ലെങ്കിൽ 65ഓളം ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ആ ഒരു നമ്മുടെ ഹോട്ട് ടോപ്പിക്സ്
അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരു ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന അഡ്വൈസ് 715 പോയപ്പോൾ അതിൻ്റെ അകത്ത് 10 മാർക്കിന് മുകളിലേക്ക് വന്നിരിക്കുന്ന ഏകദേശം 60-ന് 62ഓളം മാർക്ക് വാങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലിസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ ജോലി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രത്തോളം, അതായത് വേക്കൻസീസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യമാണ്. അപ്പോൾ അത്രത്തോളം വേക്കൻസീസ് നിലവിൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം നിങ്ങൾക്ക് എന്താണ് കയറാനായിട്ട് സാധിക്കും. 2024 നിങ്ങൾക്ക് ഒരു ജോലിക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി ഇത്രയും നാളും പഠിച്ചു, ഇനി എന്തിനാണ് ഞാൻ മുന്നോട്ടേക്ക് ഇനിയും ഇങ്ങനെ തന്നെ പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ വിലയിരുത്തുക. അതേപോലെ തന്നെ എന്താണ്, ഓരോ എക്സാമുകൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് നേടാൻ വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാം എഴുതുന്നത്, ഇത് ഞാൻ നേടുക തന്നെ ചെയ്യും. അതിൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടായിരിക്കും നാം മുന്നോട്ടേക്ക് പോകുന്നത്. ദൈവം എല്ലാവർക്കും അവർക്ക് താങ്ങാവുന്ന അത്ര കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമാണ് കൊടുക്കത്തുള്ളൂ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അതിലേക്ക് നമുക്ക് കൊടുക്കാവുന്ന എഫേർട്ട് മൊത്തം കൊടുക്കുക. ഒരു കുഞ്ഞ് കഥയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് നിലവിൽ കുറേ സംഖ്യകൾ, അതായത് 9 മുതലുള്ള സംഖ്യകൾ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 9 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുന്നത് 9 ഏറ്റവും വലുത്. താഴെയുള്ള 8നെ അവൻ തല്ലുകയാണ്. 8 ആരെ തല്ലി? അവനേക്കാൾ താഴെയുള്ള 7നെ തള്ളി. 7 ആരെ തല്ലി? അവനേക്കാൾ താഴെയുള്ള 6നെ തള്ളി. അതേപോലെ തന്നെ 6 ആരെ തല്ലി? 5നെ തല്ലി. 5 4നെ തല്ലി. അതേപോലെ തന്നെ 4 3നെ തല്ലി. അതേപോലെ 2 1നെ തല്ലി. 1ന് മാത്രം തല്ലാനായിട്ട് താഴെ ആരുമില്ല. കാരണം താഴെ കിടക്കുന്നത് പിന്നെ ഉള്ളത് എന്താണ്? 0 അപ്പൊ അതുകൊണ്ട് 1 എന്ത് ചെയ്തു? ആ നിൽക്കുന്ന 0ത്തെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അവൻ എന്തായി? 10 മാറി. അന്ന് അവൻ മനസ്സിലാക്കി ആ കൂട്ടത്തിലെ ഏറ്റവും നല്ലത്, ഏറ്റവും വലുതെന്ന് പറയുന്നത് 10. 10ന് വേണമെങ്കിൽ ആരെ അടിക്കാം? 9നെ അടിക്കാമായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? 9നെ അടിച്ചില്ല. അപ്പോൾ അതേപോലെ ആയിരിക്കണം നമ്മൾ. അതായത് നമുക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ നമുക്കൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടുകയല്ല വേണ്ടത്. എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ ഉള്ളവരെ എന്ത് ചെയ്യുക, ഒത്തുചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പഠിച്ച് എന്ത് ചെയ്യുക, നമ്മൾ നല്ലൊരു ലെവലിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നിങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ 1 മാർക്കോ 2 മാർക്കോ ഒക്കെ കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യുക, 2 എന്നുള്ളതിൻ്റെ തൊട്ടപ്പുറത്ത് 20 ആക്കാനായിട്ട് ശ്രമിക്കുക. 3 എന്ന് പറയുന്നു, അല്ലെങ്കിൽ 4 എന്ന് പറയുന്നു, 5 എന്ന് പറയുന്നവരൊക്കെ ആയിട്ട് വന്ന ആളുകളൊക്കെ അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താണ്, ഒരു വിലയുമില്ലാതെ കിടന്ന 0ത്തെ എടുത്ത് ചേർത്ത് പിടിക്കുക. അങ്ങനെ 50ഉം 60ഉം 70ലേക്കൊക്കെ ആകാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്കപ്പോൾ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.